എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇവരുടെ പഴയ കാലം രണ്ടുപേരും ഒരു ഷോപ്പിങ്ങിലാണ്. അതായത് രണ്ടുപേരും ഒരുമിച്ചല്ല, രണ്ടുപേരും ഒരേ ഷോപ്പിൽ പരസ്പരം കാണാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഷോപ്പിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്നത്. അത് കേട്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് ആ ഒരു സോങ് ഇങ്ങനെ കേൾക്കും. അത് വെറും ഒരു സോങ് അല്ല, ഇവർക്കിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഇതിന്. അതായത് ഇവർ സ്കൂൾ ടൈമിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തില്ലേ, ആ ഒരു സമയത്ത് ഞാനിങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. ആക്ച്വലി ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. അപ്പോൾ ഇഫാനെയും കൂടി കേൾപ്പിക്കണമെന്നും വിചാരിച്ചിട്ട് അങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. ഇനി ഈ ഒരു സോങ് കേട്ടപ്പോൾ തന്നെ ഇവരിങ്ങനെ ഭയങ്കര മിസ്സിങ് ആകുകയാണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അതും കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിമുട്ടുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കും രണ്ടുപേരും പരസ്പരമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവർ രണ്ടുപേരും വേറെ വേറെ ആളുകളെയാണ് കൂട്ടിമുട്ടുന്നത്. എന്നിട്ട് ഈ കൂട്ടിമുട്ടിയ ആളുകളോട് അവർ സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ഷോപ്പിങ്ങിൽ ഏർപ്പെടുന്നു. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഞാൻ വളരെയധികം വിഷമത്തിലാണല്ലോ. ഇഫാൻ പോയതിന് ശേഷം അവൻക്ക് ഊണുമില്ല ഉറക്കുമില്ല. അവനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇനി അവൾ എവിടെയായിരിക്കും എന്നും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ബെസ്റ്റി അങ്ങോട്ട് വരുന്നു. എന്നാൽ ബെസ്റ്റിനെ കണ്ടതും ഇവന് മനസ്സ് തുറന്ന് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. അവൾ പോകാൻ ചാൻസ് ഉള്ള പല പല സിറ്റികളും ഇവൻ അലഞ്ഞു തിരിഞ്ഞ് അവൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും അവളില്ലെന്നും മനസ്സിലായി. ഇനിയിപ്പോൾ എവിടെയായിരിക്കും എന്നും ആലോചിച്ച് അവനിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റി അവനോട് പറയുകയാണ് അവൾ ഇന്ന് അവൻക്ക് വിളിച്ചിരുന്നു എന്ന്. അത് കേട്ടതും ഇവിടെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടും. എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്, എവിടെയുള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ആക്ച്വലി ബെസ്റ്റി ആദ്യം ഇവനോട് ഇത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇഫാൻ ഒരിക്കലും ഇത് പറയരുതെന്നും പറഞ്ഞതാണ്. പക്ഷേ ഞാനിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ പിന്നെ ഇവൾ പറയുന്നു അവൾ സേഫാണ്, അവൾ ഹാപ്പിയാണെന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ എവിടെയാണെന്നോ എന്താണെന്നോ എന്താ ചെയ്യുന്നതെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവളെപ്പറ്റി സെർച്ച് ചെയ്യരുത്, അവളെ തിരഞ്ഞിറങ്ങരുതെന്ന് മാത്രം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഞാൻ വീണ്ടും ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചതുപോലെ അവൻ വീണ്ടും ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും ശരിക്കും അവളിങ്ങനെ ഒളിച്ചോടുന്നത് എൻ്റെ നിന്ന് പോകാനാണോ, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ പല തവണ അവൾ പണ്ട് ഇങ്ങനെ ഒരു ദിവസം പോയതിന് ഇങ്ങനെ വളരെയധികം റിഗ്രറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതാ വീണ്ടും അവൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമം. എന്നാൽ അത് കേട്ട് ബെസ്റ്റിയും പറയുന്നുണ്ട് അവൾക്ക് എന്തായിരിക്കും പ്രശ്നം, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ. ഇനി അതേസമയം ഇവിടെ ഇഫാനാണെങ്കിൽ അവൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവൾ ഹോങ്കോങ് വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവിടുത്തെ പല സ്ഥലങ്ങളും എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. എന്നാൽ ഇങ്ങനെ വിഷമത്തിലാണെന്ന് മാത്രം. എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും അവൾ ആദ്യം നിന്നിരുന്ന യാൻ്റെ കൂടെ നിന്നിരുന്ന അതേ സിറ്റി പോലെ തന്നെയുണ്ട് ഇവിടെയും കാണാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. ശേഷം അടുത്ത ദിവസം അവൾ ആദ്യം നിന്നിരുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇനി സ്ഥിരമായിട്ട് ഒരു മന്ത്ലി റെൻറ്റിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ അവളോട് ആ ഒരു ബ്രോക്കർ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ട്, നല്ല കാറ്റും വെളിച്ചവും എല്ലാമുള്ള റൂം. എന്നിട്ട് ആ റൂം കാണിച്ചു കൊടുക്കുമ്പോഴോ ഏറ്റവും ഭയങ്കര മോശമായിട്ടുള്ളൊരു റൂം, അതായത് ഒരു ഗുഡ്സ് റൂം എന്നൊക്കെ പറയില്ലേ, ആ ഒരു തരത്തിൽപ്പെട്ടതാണ്. എന്നാലും അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അവൾ അവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം റെഡിയാണ്. അവൾ ഇത് മാത്രമല്ലല്ലോ, അവൾ വളർന്ന സാഹചര്യം അവൾ റെഡിയാക്കിയതാണെന്ന് പറയാം. എന്നിട്ട് അവൾ ആ റൂം കണ്ടുകൊണ്ട് അവളുടെ പഴയ ഒരു റൂം ഓർക്കുകയാണ്. അതായത് ഇവിടെ ആ ഒരു മുത്തശ്ശി മരിച്ചതിന് ശേഷം ഇവളെ പിന്നെ എവിടെയും താമസിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആൻറ്റി കൊണ്ടുവരികയാണല്ലോ. എന്നിട്ട് ആൻറ്റിയുടെ വീട്ടിൽ അവൾക്കുള്ള റൂം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ആ റൂമാണെങ്കിലോ ആ വീട്ടിലെ ആ ഒരു സ്റ്റോർ റൂം എന്നൊക്കെ പറയുന്ന ആ തരത്തിൽപ്പെട്ട ഒരു റൂമാണല്ലോ. എന്നാൽ ഇവിടെ ഇവൾ വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ആരും തന്നെ അത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ആക്ച്വലി അവിടുത്തെ ആ ഒരു അങ്കിൾ ഉണ്ടല്ലോ, ഈ ആൻറ്റിയുടെ ഹസ്ബൻഡ്, അവൻ്റെ മകനെ ഏൽപ്പിച്ചതായിരുന്നു ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ അതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്താ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്കിൾ അവരിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവനും തിരിച്ച് ഇങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അവൻക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ ഇതും ക്ലീൻ ചെയ്ത് ഇവിടെ ഇരുന്നാൽ മതിയോ, പിന്നെ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് എന്നെ പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ തമ്മിലൊരു വഴക്കിൻ്റെ ഒരു വക്കത്തെത്തിയപ്പോൾ ഇഫാൻ തന്നെ പറയും ആരും ക്ലീൻ ചെയ്യേണ്ട, ഞാൻ ക്ലീൻ ചെയ്തോളാം, എനിക്കത് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവൾ തന്നെ ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പുറത്തെത്തിയപ്പോൾ അങ്കിൾ വീണ്ടും ഈ മകനെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, നീ മനഃപൂർവ്വമല്ലേ അത് ക്ലീൻ ചെയ്യാതിരുന്നത്, അവളോടുള്ള ദേഷ്യം കൊണ്ട് എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഈ ആൻറ്റി ആ അങ്കിളുടെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾ എന്താ ഈ പറയുന്നത്, അവൾ പുറത്തുള്ള ഒരാളാണെന്ന് പോലും ചിന്തിക്കാതെ നമ്മുടെ ഈ ഒരു ഫാമിലി മാറ്റർ ഇങ്ങനെ ഓപ്പണപ്പായിട്ട് പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്നു. പിന്നെ ഇവിടെ ഈ അങ്കിൾ പറയുന്നുണ്ട് അവളെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, അവളുടെ അച്ഛന് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ആ ഒരു പൈസയൊക്കെ എത്ര നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ട്, അതൊന്നും നമ്മൾ മറന്നു പോകരുത് എന്നും ഇങ്ങനെ പറയുന്നു. എന്നാൽ അതെല്ലാം ഇവിടെ ഈ ഇഫാൻ കേൾക്കുന്നുണ്ട്. അവൾ അതൊന്നും കേട്ടിട്ടും ഒന്നും കാര്യമായി
കാര്യമാക്കാതെ അവളുടെ റൂമും ക്ലീൻ ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത ദിവസം അവൾ അങ്ങനെ ഭയങ്കര ടയേർഡായിക്കൊണ്ട് അറിയാതെ കുറേ നേരം ഉറങ്ങിപ്പോയി. ആൻറ്റി ആണെങ്കിലോ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ഇവളെ ബഹളം വെച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളോട് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയുന്നു. ഇവരുടെ ഒരു ബ്രദർ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് നിന്നെ കാണണമെന്നും പറയുന്നു. അങ്ങനെ പിന്നെ ഇഫാനും പേടിച്ചുകൊണ്ട് വേഗം ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് അങ്ങനെ വരുന്നു. എന്നാൽ ആ ഒരു അങ്കിളിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇവരാദ്യമായിട്ട് പരസ്പരം കാണുന്ന ഒരു സീനാണിത്. ഇനി ഇവിടെ അങ്കിളാണെങ്കിലോ അങ്കിൾ ഇവളെ പതിവില്ലാത്ത ബാക്കിയുള്ളവരെക്കാളും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. ഈ ഒരു മകനെ പറഞ്ഞയച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ചെയർ റെഡിയാക്കാൻ പറയുന്നു. പിന്നെ ചെയർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പറയുന്നു ഇനി വെറും ചെയർ മാത്രമാണോ, അവൾക്ക് തിന്നാനുള്ള ഭക്ഷണം ഇടാനുള്ള പ്ലേറ്റ് വേണ്ടേ, അതും കൂടി കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ ഓടിപ്പിക്കുകയാണ്. എന്നാൽ ഇഫാൻ ഒന്നും മിണ്ടാതെ ഒരു ഭയങ്കര അനുസരണമുള്ള കുട്ടിയെ പോലെ പതുക്കെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ ഈ ബ്രദറാണെങ്കിൽ ഒരു പ്രത്യേക നേരം നോട്ടമാണ് ഇവളെ നോക്കുന്നത്. അത് ഇഫാൻ്റെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല. ഇനി ഇവിടെ ആൻറ്റി ആണെങ്കിൽ തൻ്റെ ബ്രദറിനെ അവർ നന്നായിട്ട് പൊക്കി അടിക്കുന്നുണ്ട്. അവർ നല്ല മനുഷ്യനാണ്, ഇവിടെ അടുത്താണ് അവരുടെ ജോലി, എന്നിട്ട് അവർ ഭയങ്കര ബുജ്ജിയാണ്. അതുകൊണ്ട് നിൻ്റെ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്കിളിനോട് ചോദിച്ചാൽ മതി, അങ്കിൾ എല്ലാം പറഞ്ഞു തരും എന്നും പറയുന്നു. അങ്ങനെ ഈ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇനി ഒരു ദിവസം രാത്രി അവളിങ്ങനെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ ഞാൻ അവൾക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു ഡാൻസ് കളിക്കുന്ന ഒരു മ്യൂസിക് ബോക്സ്, അങ്ങനെ ആ ഒരു അതിലൊരു മ്യൂസിക്കും ഇട്ടിട്ട് അവളിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ അങ്കിള് മെല്ലെ ഇവളുടെ അടുത്തോട്ട് വരുന്നത്. അങ്കിളാണെങ്കിൽ ആ ഒരു വീട്ടിൽ അപ്പോൾ ഇവളല്ലാതെ വേറെ ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ വരുന്നത്. എന്നിട്ട് ഇവളെങ്ങനെ കാണാതെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യാതെ സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഇവൾ പെട്ടെന്ന് ശബ്ദം കേൾക്കുകയും അങ്ങോട്ട് നോക്കുകയും ചെയ്യുന്നു. പേടിച്ചു പോയി. അതിൽ ഈ ഒരു അങ്കിള് പറയുന്നു, ഞാൻ ഇതിനെ പേടിപ്പിച്ചോ, സോറി കേട്ടോ, ഞാൻ വെറുതെ നീ പഠിക്കണോ എന്താ പണിയെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് അവളെ അടുത്തിരുന്നിട്ട് അവളെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ തലോടിക്കൊണ്ട് പറയും, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ധൈര്യമായിട്ട് ചോദിക്കട്ടോ, ഒരു മടിയും വിചാരിക്കണ്ട എന്ന് പറയുന്നു. എന്നാൽ ഇയാളുടെ ഈ ഒരു തലോടലൊക്കെ അവൾ ആകെ പേടിച്ച് ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ആൻറ്റിയും എല്ലാവരും വരുന്ന ഒരു ശബ്ദം കേട്ടത്. അതിൽ അങ്കിൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഇപ്പോൾ പോകാം, എന്നിട്ട് ഞാൻ പിന്നെ വരാട്ടോ, പിന്നെ നിൻ്റെ ഹെൽപ്പ് അത് നീ മറക്കണ്ട, ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് തലോടാൻ മറന്നിട്ടില്ല. ഇവൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്നാൽ ഇവളുടെ റൂമിൽ നിന്ന് ഈ ഒരു അങ്കിൾ ഈ ഒരു സമയത്ത് വരുന്നത് കണ്ടിട്ട് ആൻറ്റിയുടെ ഹസ്ബൻഡും ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവർ കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ആക്ച്വലി വാഷ്റൂമിലോട്ടും വന്നതായിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനെ അവളുടെ റൂമിൽ ലൈറ്റ് കണ്ടപ്പോൾ പഠിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഒരു സ്കൂൾ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്നും വിചാരിച്ച് പോയതാണെന്നും പറയുന്നു. എന്നാൽ അതിവിടെ ഇഫാന് കേൾക്കുന്നുണ്ട്. ഇഫാൻ ആകെ പേടിച്ച് പിന്നെ അവൾ അന്നു മുതൽ അവളുടെ റൂം എപ്പോഴും ലോക്ക് ചെയ്തിട്ട് അവൾ കിടക്കുള്ളൂ. എങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഞാനാണെങ്കിൽ അവന് ഒരുപാട് ഇവളുമായിട്ട് ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദിവസങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. ഇനി അതിൻ്റെ ഇടയിലാണ് ഇവൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞതും അങ്ങനെ അവളിങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഞാൻ കാണുകയും എന്നിട്ട് ഞാൻ തന്നെ അടുത്ത ദിവസം അവൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു ഏരിയ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവൻ ഇവളോട് ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങളും ഒരു സൈഡിൽ കാണിക്കുന്നു. എന്നിട്ട് ഇവിടെ അങ്കിളാണെങ്കിലോ ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരു സൈഡിൽ കാണിക്കുന്നു. ഇനി ഒരു ദിവസം സ്കൂളിൽ അവളിങ്ങനെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ മാം വന്നിട്ട് പറയും, അവരുടെ എൻട്രൻസ് എക്സാം വരാനായി, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് വീട്ടിൽ പോയിട്ട് പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വന്ന് എഴുതിയിട്ട് നാളെ കൊണ്ടുവന്ന് തരണം എന്നും പറയുന്നു. എന്നാൽ ഇവൾക്ക് പ്രത്യേകിച്ച് ആരോടും ചോദിക്കാനൊന്നുമില്ലല്ലോ ഫാമിലി. ഇവൾക്ക് ആകെ ഉള്ളത് ഞാനും ഇവളും ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നതെന്ന് അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് പ്രോമിസൊക്കെ ചെയ്തതാണല്ലോ. എന്നിട്ട് അവളുടെ അംബീഷനെ മുന്നിലുള്ള ഒരു പേപ്പറുമേൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതുകയാണ്. ആ ഒരു എഴുതിയ പേപ്പറാണ് പിന്നീട് ഞാൻ കാണുന്നത് അവളുടെ റൂമിൽ നിന്ന് കിട്ടുന്നതും അവൻ എടുത്തു വെക്കുന്നതും. പിന്നെ ഒരു ദിവസം ഇഫാനി ഇങ്ങനെ അവളുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കൂട്ടത്തിൽ ഞാനുമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുമുണ്ട്. അതായത് ഇവർ ആ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റിയും അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയും അതിനു വേണ്ടിയിട്ട് എത്രത്തോളം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഞാനാണെങ്കിലോ അവനെ ആ ഒരു യൂണിവേഴ്സിറ്റി മാത്രമാണ് സ്വപ്നത്തിൽ കാണുന്നത്. ആ ഒരു ക്യാമ്പസിൽ ഇവളുടെ കൂടെ അങ്ങനെ നടക്കണം എന്നതൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഈ ഒരു അങ്കിള് പെട്ടെന്ന് ഇവളെ അങ്ങോട്ട് വിളിക്കുന്നത്. അയാൾക്കൊരു ഹെൽപ്പ് വേണമെന്നും പറയുന്നു. ഇഫാനാണെങ്കിൽ ആകെ പേടിച്ചിട്ട് എന്നിട്ട് പതുക്കെ പോയി നോക്കും. എന്നിട്ട് ചോദിക്കും എന്ത് ഹെൽപ്പാണെന്ന്. അതിൽ ഇയാൾ പറയുന്നത്, ആൻറ്റിക്ക് ഈ വീട്ടിൽ നിന്നും ഒരു സാധനം വേണം, അത് എടുത്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി എന്നെ ഏൽപ്പിച്ചതാണ് നിന്നോട് എടുത്തു തരാനെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ആൻറ്റിക്ക് ഇവർക്കൊരു റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ ആ വീട് മൊത്തമുണ്ട്.
എന്നിട്ട് ഒരു പ്രത്യേകതരം മസാല പൗഡറൊക്കെയാണ് ചോദിക്കുന്നത്. ഇഫാനെ അവൾക്ക് അറിയില്ലെങ്കിലും ഈ ആംഗിളിനെ ഹെൽപ്പ് ചെയ്യാമെന്നും വിചാരിച്ചിട്ട് അവളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവൾക്ക് അത് കിട്ടുന്നതേയില്ല. അതിൽ അങ്കിൾ ഞാനും വരാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് നേരെ ഇവളെ ഇയാളുടെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് മുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. ഇവളെ ഇങ്ങനെ തൊട്ടും തലോടും മേലേക്ക് ഇങ്ങനെ തട്ടിമുട്ടിയും ഒക്കെ നിൽക്കുന്നുണ്ട്. അതിൽ ഇവൾക്ക് വല്ലാത്ത അസ്വസ്ഥത, പല ഭാഗത്തും പിടിക്കുകയാണ് അയാൾ. അതിൽ പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതെ ഇവൾ പേടിച്ചുകൊണ്ട് അങ്ങോട്ട് കുടഞ്ഞെഴുന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം അങ്ങോട്ട് വെക്കും. പിന്നെ അങ്ങോട്ട് പിടിയും വലിയും ഒക്കെ ആയി ഭയങ്കര ബഹളം. അത് കേട്ടുകൊണ്ടാണ് ഇവിടെ ആൻറ്റിയും ആ അങ്കിളും വരുന്നത്. അതിൽ ഇവർ ഈ ബഹളം കേട്ടിട്ട് വേഗം വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഇവളാകെ കുതറി മാറി നിൽക്കുന്നതാണ് കണ്ടത്. എന്നാൽ ആൻറ്റിക്ക് പെട്ടെന്ന് തന്നെ പിടുത്തം കിട്ടി. ഈ ഒരു അങ്കിളിൻ്റെ സ്വഭാവം അത് ഈ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. പല സ്ഥലത്തു നിന്നും ഇങ്ങനത്തെ ഓരോ കംപ്ലയിൻസും എല്ലാം കിട്ടിയിട്ടും നന്നായിട്ട് ഈ ആൻറ്റിക്ക് അറിയാം. എന്നാൽ അങ്കിളിന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല അങ്കിൾ എന്താ കാര്യം. എന്നിട്ട് ഈ ഒരു അങ്കിളിനോട് പറയും, നീ എന്താ ഇവിടെ, നിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ബിസിനസ് ഇട്ട് തന്നത്, എന്നിട്ട് നീ അത് മര്യാദക്ക് നോക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയാണോ. ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഒന്ന് ഇരിക്കാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴക്ക് പറയും. എന്നാൽ ഇഫാൻ ഈ അങ്കിളിനെ കണ്ടതും പെട്ടെന്ന് ഈ അങ്കിളിനോട് കാര്യം പറയാൻ വേണ്ടി നിൽക്കണം. ഈ ഒരു കൂട്ടത്തിൽ ഈ ഒരു അങ്കിളിന് മാത്രമാണ് അവളോട് ചെറുതായിട്ടെങ്കിലും ഒരു ദയുള്ളത്. അങ്ങനെ പറയാൻ നിൽക്കുന്നതും ഈ ആൻറ്റി പെട്ടെന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പറയും, ഇഫാൻ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, പോയി നിൻ്റെ റൂമിലിരുന്ന് റെസ്റ്റ് എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് ആ ഒരു കൂട്ടത്തിൽ നിന്നും കൊണ്ടാക്കുകയാണ്. എന്നാൽ ഇവൾക്ക് അതൊരു പറയാനൊരു അവസരമേ കിട്ടില്ല. എന്നാൽ ഈ ബ്രദറിന് അറിയാം തൻ്റെ സിസ്റ്ററെ എന്തൊക്കെ ഇവന് പൊല്ലാപ്പുണ്ടാക്കിയാലും തന്നെ സഹായിക്കും, രക്ഷപ്പെടുത്തുമെന്നൊക്കെ. എന്നിട്ട് ഇഫാനോട് ഒന്നാക്കിക്കൊണ്ട് അവൾ അടിമുടി നോക്കിക്കൊണ്ട് ഒരു കാമരൂപത്തിൽ ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇവളാണെങ്കിലും ശരിക്കും പേടിച്ചല്ലോ. അവൾക്ക് ആരോടും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോലുമില്ല. അവസാനം അവൾ ഗതി കെട്ടുകൊണ്ട് അവളുടെ അമ്മയ്ക്ക് വിളിക്കുകയാണ്. അവൾക്ക് ഇനി ഇവിടെ തങ്ങാൻ കഴിയില്ല, തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, ഞാൻ അവിടെ നല്ല കുട്ടിയായിട്ട് നിന്നോളാം, ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല, എന്നെ ഒന്ന് സഹായിക്കുക, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. എന്നാൽ അമ്മ പറയുന്നത്, നീ കരയല്ലേ, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സോൾവ് ആക്കാം, പക്ഷെ ഞാൻ അങ്കിളിനോട് ഇന്ന് സംസാരിക്കട്ടെ, നീ ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ പിടിച്ച് നിർത്തുകയാണ്. ഇവൾ പറയുന്നത് എന്താണ് റീസൺ ഒന്നും അമ്മ കേൾക്കാനേ നിൽക്കുന്നില്ല. അങ്ങനെ അവൾ ആകെ നിസ്സഹായായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം മുതൽ സ്കൂൾ കഴിഞ്ഞാലും അവൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് മാക്സിമം സ്കൂളിൽ തന്നെ ഇരിക്കാമെന്നൊക്കെ അവന് വിചാരിക്കും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി വന്നിട്ട് പറയും, ഞങ്ങൾക്ക് സ്കൂളെല്ലാം ലോക്ക് ചെയ്യണം, നിൻ്റെയൊക്കെ പഠിത്തം കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പിന്നെ ഇവൾ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുക, അങ്ങനെയൊക്കെയാണ് ഇവളുടെ പിന്നീടുള്ള ഒരു ലൈഫൊക്കെ. ഇനി പിന്നെ ഒരുപാട് ദിവസത്തിന് ശേഷം ഇവരുടെ എൻട്രൻസ് എക്സാമും കഴിഞ്ഞ് അങ്ങനെ പിന്നെ കുറച്ച് കാലത്തിന് അങ്കിളുടെ ശല്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഇവിടെ ഇവളിങ്ങനെ ഡോറ് ലോക്ക് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അങ്കിൾ ഒരു കള്ളത്താക്കോലൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവളിങ്ങനെ ഉറങ്ങുമ്പോൾ അവളുടെ ഡോറ് മെല്ലെ തുറക്കുന്നു. ഇവൾ ആ ഒരു ശബ്ദം കേട്ടു. ഇയാളാണെങ്കിലോ ഒന്ന് പതുക്കെ വന്നിട്ട് ഇവളുടെ അടുത്ത് അങ്ങോട്ട് വന്ന് കിടക്കും. ഇവൾ എല്ലാം റെഡിയായിട്ട് നിൽക്കുന്നത് പോലെ ചാടി എണീറ്റ് ഇവളുടെ കയ്യിൽ ഒരു കത്തി വരെ ഇവൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാളെ കുത്താൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ ഇയാൾ പറയും, ഓഹോ നീ ഇത്രക്കും സ്മാർട്ടാണല്ലേ. എന്നിട്ട് ഇവൾ പറയും, ഇനി എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ ഇവിടെ ബഹളം വെക്കട്ടോ, എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുമ്പോൾ ഇയാളൊന്ന് ചിരിച്ചുകൊണ്ട് പറയും, അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ പിന്നെ നീ തന്നെ ഉറപ്പിച്ചോ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന ഷെയിമും നിനക്കുണ്ടാകുന്ന അപമാനവും ബാക്കിയുള്ളവരുടെ നോട്ടോ ഉപദേശവും ഒക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അത് മാത്രവുമില്ല, നിന്നെ ആര് ചോദിക്കാൻ വരുന്നത്, ആര് കേൾക്കാൻ വരുന്നത് നിൻ്റെ കാര്യങ്ങൾ, നിനക്ക് ആരുമില്ലെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുമുണ്ട്. അവസാനം ഇവളാണെങ്കിൽ ഇങ്ങനെ കുതറി മാറാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ അവളെ കീഴ്പ്പെടുത്തുകയാണ്. പിന്നെ ഒരു രക്ഷയുമില്ല. അവളുടെ കയ്യിലുള്ള കത്തി കൊണ്ട് ചെറുതായിട്ട് ഇവനെ ഒന്ന് മുറിയാക്കുന്നു. ഇവനെ പേടിച്ചുകൊണ്ട് ഒന്ന് സെക്കൻഡ് ബാക്കിൽ നിൽക്കുമ്പോൾ ഇവൾ പിന്നെ ആ ഒരു ഭാഗത്ത് നിന്നും ഒരു ഗ്രില്ലുള്ള ഒരു ഭാഗമുണ്ട്, അവിടെ ഒരു ഡോറുണ്ട്, അവിടെ നിന്ന് ചാടുകയാണ്. എന്നാൽ കൂട്ടത്തിൽ ഇവനും കൂടി ഇവളെ പിടിച്ചതോടുകൂടി രണ്ടുപേരും താഴോട്ടങ്ങോട്ട് നേരെ വീണ് ആളുകളൊക്കെ കൂടി. ഈ ആൻറ്റിയും അവരുടെ ഹസ്ബൻഡും എല്ലാം വന്നു. എന്നാൽ എല്ലാവരും കൂടെ ഇവിടെ ഈ അങ്കിളിനെയാണ് അവനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ നോക്കുന്നത്. ഇവളെ ആരും മൈൻഡ് പോലും ചെയ്യാനില്ല. എന്നാൽ അതൊക്കെ കണ്ടിട്ട് ഇവളിങ്ങനെ ആ ഒരു കിടന്നുകൊണ്ട് തന്നെ ആ ഒരു രംഗം കാണുന്നു. ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. എന്നാൽ ആക്ച്വലി ആ ഒരു വീഴ്ചയിൽ ഇവളുടെ കാലിന് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവൾ എങ്ങനെയാണ് വീണത് എന്നൊക്കെ ഇവിടെ പോലീസിലോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊരു പോലീസ് കേസാവുകയാണ്. ഇവരുടെ വീട്ടിൽ തന്നെയാണെങ്കിലും പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഇല്ലാത്തൊരു സമയത്ത് ഇവിടെ ആൻറ്റി ഈ അമ്മയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. കാരണം ഈ ഒരു അമ്മയൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയോട് പറയുന്നത്, അവന് എൻ്റെ ബ്രദർ ഒരിക്കലും ഇവൾ പറയുന്നത് പോലെ ഒരു ഉപദ്രവം ചെയ്യില്ല, അവന് കുടിച്ച് ഫിറ്റായിട്ട് റൂം മാറി ഒന്ന് കയറി, അത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇവൾ പോലീസിനെ വിളിക്കുകയാണ്, ഇവളാണ് എല്ലാം ചെയ്തത്, നിൻ്റെ മകളെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്
ഇത്രയും നോക്കി വളർത്തുന്നത് കൊണ്ടുള്ള നന്ദിയാണ് അവൾ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ അമ്മ ഈ ഒരു ആൻറ്റിയുടെ കൂടെ കൂടിയിട്ട് ഇവളെങ്ങനെ വഴക്ക് പറയും, എനിക്ക് എന്തിൻ്റെ കേടാണ്, നിന്നോട് ആരെ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്, ഇത്രയും നല്ല രീതിയിൽ നോക്കുന്ന ഈ ആൻറ്റിയൊക്കെ നീ ഇങ്ങനെ ഉപദ്രവിക്കുകയാണോ എന്ന് പറയുന്നു. പിന്നെ മാത്രവുമല്ല ഇവളുടെ സൈഡിൽ ഇപ്പോൾ അമ്മക്ക് നിൽക്കാനേ പറ്റില്ല. കാരണം അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവളെയും കൂടെ കൊണ്ടുപോകേണ്ടി വരും. അത് അമ്മക്ക് തീരെ പറ്റില്ലല്ലോ. ഇവളെ എങ്ങനെയെങ്കിലും ഈ ആൻറ്റിയുടെ കൂടെ തന്നെ നിർത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആൻറ്റിയുടെ സൈഡ് പിടിക്കുകയാണ്. എന്നാൽ ഇവിടെ പോലീസുകാർ ഇവരിങ്ങനെ വഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ ഈ അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് പറയും ഇപ്പോൾ അവളെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം ഇഫാൻ്റെ. അവൾ മൈനർ ആയതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ കൂടെ ഒരു ഗാർഡിയനും വേണം. അപ്പോൾ ആരാ വരുന്നതെന്ന് ചോദിക്കുന്നു. അതിൽ അവളുടെ മനസ്സിൽ അമ്മ വരണം എന്നാണെങ്കിലും അമ്മ പെട്ടെന്ന് പറയും എനിക്ക് വരാൻ കഴിയില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മൂപ്പരവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണേ, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം, അവർക്ക് നാളെ ജോലി ഉള്ളതാണ്, എൻ്റെ മകൾക്ക് അവൾക്ക് എക്സാം ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഭയങ്കര ധൃതിയിൽ പോകാൻ നിൽക്കുകയാണ്. അതിൽ ഇഫാന് വളരെ മനസ്സിലിങ്ങനെ വിഷമിച്ചുകൊണ്ട് അമ്മ പോകരുത്, എൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെ കുറച്ച് നേരമെങ്കിലും നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ പെട്ടെന്ന് തന്നെ സ്കൂട്ടാവുകയാണ്. അതോടുകൂടി വീണ്ടും ഇവളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ആൻറ്റിയുടെ കയ്യിൽ തന്നെയായി. ആൻറ്റിക്ക് എന്ത് വേണമെങ്കിലും ഇവളെ ചെയ്യാം, അവളെ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പോലീസ് തന്നെയാണ് ഇവളെ ആ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവൾക്ക് നടക്കാൻ വയ്യ, ആ കാലിന് നന്നായിട്ട് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് മുടന്തി വേദനയൊക്കെ വളരെയധികം സഹിച്ച് കടിച്ചമർത്തിക്കൊണ്ടാണ് അവൾ പോകുന്നത്. അവൾക്ക് ആരുമില്ല സഹായിക്കാൻ. ഇനി ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ഹോങ്കോങ്ങിൽ അവളിങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് അവളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ തന്നെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടല്ലോ ആ ട്രയോസിലെ, ഇവളുടെ ബെസ്റ്റിൻ്റെയും കൂടെയുള്ള ഒരു പയ്യൻ, അവൾ പെട്ടെന്ന് ഇവളെ ഇങ്ങനെ കാണുന്നു. പക്ഷേ ഇവളാണോ എന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഇഫാൻ എന്ന് സംശയിച്ചുകൊണ്ട് വിളിച്ചതും ഇവൾ കാണുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിൽ ഇവളാണോ അല്ലേ എന്ന് സംശയിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇവൾക്ക് കോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫും. അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഇഫാനാണെങ്കിലോ ആരുടെയും കണ്ണിൽ പെടാതെ പിന്നെ അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവൾ ഒരു ഉള്ളോട്ടുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങോട്ട് കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ വലയിട്ട് വീശി പിടിക്കുന്ന ആ ഒരു പണിയും കൂടെ ഉണ്ട് അവൾക്ക്. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പ്, അവിടെ ഇങ്ങനെ ഒരു പൂച്ചയെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ശരിക്കും പെറ്റായിട്ടുള്ള ആ ഒരു പൂച്ചയെ ഇവിടെ ഞാനാണ് നോക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര മിസ്സിങ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടുണ്ട്. ഞാനാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പോയിരുന്ന ആ ഒരു ഫെറിക് വീല് അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളും അവളെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആ ഫെറിക് വീലിലൊക്കെ അവരിങ്ങനെ കിസ് ചെയ്തിട്ട് അവരൊരിക്കലും പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ വെച്ച് കിസ് വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവൾ പോയല്ലോ എന്നൊക്കെ വിഷമമാണ്. പിന്നെ അവൾക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവളിപ്പോൾ ഈ നമ്പർ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു നമ്പറിലോട്ട് അവൻ്റെ അപ്പപ്പോൾ വിശേഷങ്ങളും പിന്നെ അവൾ ഫുഡ് കഴിച്ചോ, എന്താ പണി എന്നൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര മിസ്സിങ് കൂടുമ്പോൾ അവനങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് കഴിഞ്ഞു പോയി. പിന്നെ 6 മാസത്തിന് ശേഷമുള്ള കാര്യം, ഇപ്പോൾ ഈഫാന് ഇവിടെ ഹോങ്കോങ്ങിൽ അവൾ ഏകദേശം ഒരു സെറ്റിലായി എന്ന മട്ടിലാണ്. സെറ്റിലായി എന്ന് പറയുമ്പോൾ അവൾ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഒരു ഹെൽപ്പറായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഈ ഒരു വേസ്റ്റ് തൂക്കലും പിന്നെ പാത്രം കഴുകലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ഡ്യൂട്ടിക്കിടയിലാണ് പെട്ടെന്ന് ഇവളുടെ വേറൊരു ഫ്രണ്ടിനെ കാണുന്നത്. ഈ ഫ്രണ്ട് ആരെന്ന് വെച്ചാൽ ഇവൾ പണ്ട് ഇവളുടെ ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് ഒരു അമ്മയും മകളും പ്രശ്നത്തിൽ മകളെ തെരഞ്ഞു വന്നതായിരുന്നല്ലോ ഒരിക്കൽ ഹോങ്കോങ്ങിലോട്ട്. അന്ന് വന്നപ്പോൾ അവൾ വർക്ക് ചെയ്തിരുന്ന അതേ ആ ഒരു ബിൽഡിങ്ങിൽ ഒരു ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ. ഇവൾ കളിക്കാൻ അറിയാത്ത ഒരു കുട്ടിക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ കളിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സാറായിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനാണ് ഇത്. എന്നിട്ട് ഇവളെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് മനസ്സിലായി. എന്നിട്ട് എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഫാനും പെട്ടെന്ന് ഇവളെ ഇങ്ങനെ കണ്ട് ഞെട്ടിപ്പോയി. അവൾ മാക്സിമം ആരെയും കാണാതെ നിൽക്കുകയല്ലേ, എന്നാൽ ഇങ്ങനെ കണ്ടു. പിന്നെ അവൾ പറയും അവൾ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹോങ്കോങ്ങിൽ അവൾ പഠിക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോഴുള്ള പാർട്ട് ടൈം ജോബാണ് എന്ന് പറയുന്നു. പിന്നെ ഇവൻ പറയും എന്നാൽ ഏതായാലും കണ്ടുമുട്ടിയതല്ലേ ഒരുപാട് കാലത്തിന് ശേഷം, അപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയും. അതിൽ പിന്നെ അവൾ ഡ്യൂട്ടിയിലാണല്ലോ, ഒന്ന് മടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ആ ഒരു ഓണർ പെട്ടെന്ന് വന്നിട്ട് ഇവളെ വഴക്ക് പറയുന്നത്, നീ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണോ, ഇവിടെ കസ്റ്റമേഴ്സ് എത്ര വെയിറ്റ് ചെയ്യുന്നു, ആ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിക്കുക, എല്ലാം അവിടെ കൂട്ടി ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക്. അതിൽ പിന്നെ അവൾ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഞാനിപ്പോൾ ഫ്രീ ആകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാം, അപ്പം നമ്മൾ കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു പാത്രങ്ങളെല്ലാം ഇരുന്ന് കഴുകുകയാണ്. എന്നാൽ ഈ ഒരു പയ്യന് ഇവൾ നന്നായിട്ട് നല്ലൊരു ജോലി ആയിരുന്നല്ലോ, ഒരു ജേർണലിസ്റ്റ്. എന്നിട്ട് ആ ഒരു സ്റ്റേജിൽ നിന്നും ഈ ഒരു പാത്രം കഴുകൽ ഒന്നും ഇവനങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ അന്ന് ജോലിയും കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ അവൾ ബസ്സിലിരുന്നിട്ട് അവൾ ഡാൻസ് ചെയ്ത കാര്യങ്ങളും എല്ലാം ഓർക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി അവൾ ആ ഡാൻസ്
അത് ഒഴിവാക്കിയത്. അന്ന് ആ ഒരു ബാലിൽ നിന്ന് വീണല്ലോ ആ അങ്കിളിൻ്റെ കൂടെ അങ്കിൾ തള്ളിയിട്ട അന്ന് അവൾക്ക് കാലിന് നന്നായിട്ട് ഫ്രാക്ചർ പറ്റിയല്ലോ. അതിനുശേഷമാണ് അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റാതായത്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവൾ കളിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവൾ മറ്റൊരു ഡാൻസ് സ്കൂൾ കാണുന്നു. അതും നോക്കിയിട്ട് അവൾ പണ്ട് ഡാൻസ് ചെയ്തതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി അവൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഇഷ്യൂ എല്ലാം മാറി അവർ വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കസ്റ്റമേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു അങ്കിള് അതേ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിരുന്നിട്ട് അതും കുറേ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് അവരിങ്ങനെ വളക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ തൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇവനെ കണ്ടതും അങ്ങോട്ട് ദേഷ്യം കയറി. എന്നിട്ട് അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാലത്തെ ആ ഒരു പകയും ദേഷ്യവും എല്ലാം കൂടെ ഇവനോ മേലങ്ങോട്ട് തീർക്കും. എന്നിട്ട് അടിയോടടി. എന്നാൽ ഈ ഒരു സ്റ്റാഫിനൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും അവൻ ഇടിച്ചിടിച്ച് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തുന്നു. എന്നിട്ട് അവസാനം സഹിക്കാൻ പറ്റാതെ ഈ ഒരു അങ്കിൾ പറയും, ശരി നിർത്തിക്കോ, പിന്നെ ഞാൻ ഇന്നെ ചെയ്തതൊക്കെ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. അതൊക്കെ നമ്മൾ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിങ്ങനെ അടിയും കുത്തൊന്നും വേണ്ട, അങ്ങോട്ട് സോൾവ് ആക്ക്. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? ആ ഒരു ഇഫാനാണോ? അവൾ എന്താ ഇത്ര വലിയ പ്രത്യേകത? അവളെ വിട്ടേക്ക്. പിന്നെ അവളെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ? അവളെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു സുഖവും ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിന്നോട് പറഞ്ഞ് ഷെയർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവിടെ പിന്നെ അങ്ങോട്ട് ആ ഒരു ക്ഷമ അത് വീണ്ടും പോയിരിക്കുന്നു. പിന്നെ അവനെ ഇടിച്ച് ചോര വരുന്നത് വരെ അവനെ ഇടിച്ച് ഒരു പഞ്ചറാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അപ്പോഴേക്കും ഇവിടെ സ്റ്റാഫ് ഇവരെ അടിച്ച് ഏതോ ഭാഗത്ത് എത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് അവരെവിടെ നിന്ന് തപ്പി വരുമ്പോൾ ഇവനാകെ ടയേർഡായിക്കൊണ്ട് ഇങ്ങനെ വരുന്നു. എന്നിട്ട് ആ സ്റ്റാഫിനോട് പറയും അവനെ ഇനിയും വെയിറ്റ് ചെയ്താൽ മരിക്കും, പെട്ടെന്ന് ആംബുലൻസിനെ വരുത്തിച്ച് അവൻ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നും പറയുന്നു. എന്നിട്ട് അവനിങ്ങനെ ടയേർഡായിക്കൊണ്ട് പോകുന്ന ആ ഒരു രംഗത്തോടു കൂടി ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഇനി അടുത്ത ആ ഒരു എക്സ്ട്രാ സീനാണ് കാണിക്കുന്നത്. ഇവിടെ ഞാനിങ്ങനെ വളരെ വിഷമിച്ച് ഇവളെയും ഓർത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണല്ലോ. എന്നിട്ട് ഇവർ രണ്ടുപേരും പണ്ട് സ്കൂൾ ടൈമിൽ ഒരേ മൂവിയൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടല്ലോ ഒരു തവണ തിയേറ്ററിൽ പോയിട്ട്. അതുപോലെ അവളെങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തപ്പോൾ അങ്ങനെ ഇവൻ തനിയെ അവളുണ്ടെന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മൂവി കാണുകയാണ്. എന്നിട്ട് അന്ന് ഇവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയങ്ങളെല്ലാം ഓർക്കുന്നു. എന്നാൽ അവനിങ്ങനെ കണ്ട് ഉറങ്ങിപ്പോയി. അതിൽ സ്റ്റാഫ് അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോഴാണ് അവൻ അറിയുന്നത് മൂവിയൊക്കെ കഴിഞ്ഞ് എന്നുള്ള കാര്യം. എന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഭയങ്കര വിഷമിച്ചുകൊണ്ട്. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ശരിക്കും അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.